രണ്ട് സന്ദർഭങ്ങൾ ഞാൻ സാറിന് ഒന്ന് ഉറപ്പെടുത്തുകയാണ്. 2016 കോപ്പ അമേരിക്ക അദ്ദേഹം ഫൈനലിൽ പെനാൽറ്റി മിസ് ചെയ്യുന്നു, മടുത്തു, ഇനി കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിരമിച്ച അയാളാണ്. കരഞ്ഞ് കലങ്ങി നിൽക്കുന്ന മെസ്സിയുടെ ആ ചിത്രം ഇപ്പോഴും ആരാധകരുടെ ഇടനെഞ്ചിലൊരു നീറ്റലായിട്ടുണ്ട്. അങ്ങനെ വിരമിച്ചയാൾ പിന്നെ തിരികെ വന്നാണിത്. അതും കഴിഞ്ഞില്ല, 2018 വേൾഡ് കപ്പിൽ അർജൻറ്റീന ഫ്രാൻസിനോട് തോറ്റിട്ട് വേൾഡ് കപ്പിൽ നിന്ന് പുറത്താകുമ്പോൾ ആ കമൻറ്റേറ്റേഴ്സ് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഷുവർലി മെസ്സിയുടെ അവസാന വേൾഡ് കപ്പ് മത്സരം കളിച്ചിരിക്കുന്നു, വേൾഡ് കപ്പ് ഇല്ലാതെ ഒരു ലെജൻഡ് മടങ്ങുകയാണെന്നാണ് അന്ന് ഇംഗ്ലീഷ് കമൻറ്റേറ്റേഴ്സ് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. മെസ്സി നമ്മൾ ഓൾ ടൈം ഗോട്ട് എന്നൊക്കെ പറയാവുന്ന ഇപ്പോൾ ഈ വേൾഡ് കപ്പ് എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പ് നേടേണ്ട ആവശ്യമില്ല. ഈവൻ ഫൈനലിസ്റ്റ് ആണെങ്കിൽ പോലും റണ്ണേഴ്സ് ആണെന്നെങ്കിൽ കൂടി ഇതേപോലെ റീസെൻ്റ്ലി നമുക്കിപ്പോൾ മെസ്സിയോട് ഇപ്പോൾ കമ്പയർ ചെയ്യപ്പെടുന്ന ഏതെങ്കിലും താരങ്ങൾക്ക് എങ്ങനെ അവകാശപ്പെടാനുള്ള നേട്ടം ആർക്കുള്ളത്? ഒന്നുമില്ല. നിലവിലിപ്പോൾ ഒരു ഗോട്ട് ഡിബേറ്റ് ഇല്ല. കാരണം ഒരു 3 വേൾഡ് കപ്പ്, ഒരു വേൾഡ് കപ്പിന്റെ ഫൈനൽ പോലെ ഇപ്പോൾ ക്രിസ്ത്യാനോയാണ് മെസ്സിയോട് കമ്പയർ ചെയ്യപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈനൽ പോലും ഇല്ല എന്നുള്ള, ഫൈനൽ കടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മെസ്സി ഇവിടെയാണ് ഇപ്പോൾ 2014, ഇപ്പോൾ 2018 ഒരു ഇടവേള മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2022 അപ്പോൾ മെസ്സി ഫാക്ടർ തന്നെ അല്ല, അത് മെസ്സി ഫാക്ടറാണ്. അപ്പോൾ ആ ഒരു ഫാക്ടർ കൊണ്ട് 2014 ഇതുവരെ അർജന്റീന 1986 90 ശേഷം, 90-ലാണ് അതിന് മുമ്പ് ഫൈനൽ ഉണ്ടായത്. അപ്പം അതിനുശേഷം 2014 24 വർഷത്തിന് ശേഷമാണ് അർജന്റീന എന്ത് ചെയ്യുന്നത്, ഫൈനൽ കിടക്കുന്നത്. അപ്പൊ അത് മെസ്സിയുടെ പ്രൈമിലാണ്. 2022 അപ്പോഴും മെസ്സിയാണ്. 2026 നമ്മൾ ഇതേപോലെ മെസ്സിയുടെ ചിറകിലേറിയിട്ടാണ് നമ്മൾ കണ്ടു എങ്ങനെയാണ് അർജന്റീന ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജുകളിൽ മെസ്സി മാത്രം ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് സ്റ്റേജിൽ മെസ്സി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഗോളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോർദാനെതിരെയുള്ള കളിയിൽ മാത്രമാണ് അദ്ദേഹം വേറെ ആരെങ്കിലും നമ്മൾ ഓസൻസയോ അപ്പൊ ആ ടൈമിലുള്ള അല്ലെങ്കിൽ ലോതാരയുടെ ഒരു പെനാൽറ്റി ഗോളൊക്കെ വരുന്നത്. അപ്പൊ അവിടെ മെസ്സി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഉഷാറാകാൻ വേണ്ടി മെസ്സി അവസാനം ഒരു 30 മിനിറ്റ് കളിച്ചപ്പോഴാണ് ഒരു മെസ്സിയുടെ പ്രസൻസ് എന്ന് പറയുന്നത് ഇപ്പൊ അർജന്റീനക്ക് നൽകുന്ന എന്താണെന്ന് പറയാൻ പറ്റും നമുക്ക് ആ ഒരു മെസ്സി ഫാക്ടറിനെ കുറിച്ച്. കാരണം എന്തുകൊണ്ടെങ്കിൽ അത്രമാത്രമുള്ള ഒരു വളരെ ഡിസൈസീവ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ആണ് ആക്ച്വലി മെസ്സി എന്ന് വന്ന നിലവിലെ. കാരണം മെസ്സി ഞാൻ പറഞ്ഞ പോലെ മെസ്സി അങ്ങോട്ട് ഒരുമ്പിടാണ്. ഒരുമ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് ടീമിലെ കളിക്കാരെന്ന് പറയുന്നത് അവരെന്തും ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ്. ആ രീതിയിൽ അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഒരുങ്ങി അങ്ങ് മെസ്സി ഇറങ്ങുന്നു, കൂടെ പിള്ളേർ ഇറങ്ങുന്നു എന്നുള്ളതാണ്.